എൻ്റെ കൊല്ലത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം ശക്തികുളങ്ങര പാലത്തിനടുത്തുള്ള വെളുപ്പിനുള്ള മീൻ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഈ മാർക്കറ്റ് വെളുപ്പിന് 3:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 6:30 വരെ, രാവിലെ 6:30 വരെ ഇവിടെ ഉണ്ടാവും. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും എൻ്റെ തൊട്ട് പുറകിൽ നടക്കുന്നത് കായൽ മത്സ്യങ്ങളുടെ ലേലം വിളിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചീനവല, കുറ്റിവല, നീട്ടുവല ഇതിലൊക്കെ പിടിക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ. അതുകൊണ്ട് നമുക്കിവിടെ ഇപ്പോൾ കിട്ടും. 750, 800, 800 കൊടുക്കാൻ പോയാ 800 കൊടുക്കാച്ചു. കൂടെ 300, 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 250 വിളിക്കണ്ട, 300 മേലെ വിളിക്കണം. കൂടെ 300, കൂടെ 300, കൂടെ 300, കൂടെ 300, 300 വേണം. 2:30 മണിക്ക് പണി തുടങ്ങിയാൽ നമ്മൾ ഇവിടെ കായലിലെ മീൻ മാത്രമേ ലേലമുള്ളൂ. പക്ഷെ മെയിൻലി സ്റ്റാളുകളിലും ഈ ബോക്സുകളിലും തൂക്കി കൊടുക്കുന്ന മൊത്തം അന്യ സംസ്ഥാന മീനുകളാണ് തൂക്കി കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വിൽക്കുന്ന, നമ്മൾ ലേലക്കാരാണ്, ഞങ്ങളിവിടെ 17 ലേലക്കാരാണ്. ഈ ലേലക്കാർ വിൽക്കുന്ന മീൻ ലേലം ചെയ്ത് കൊടുക്കുന്ന മത്സ്യമല്ല നമ്മുടെ കായലിലെ മത്സ്യം. ഇത് കണമ്പ്, ഇത് പുറത്ത, ഇത് കരിമീൻ പള്ളത്തിയ കുഞ്ഞി, ഇത് പാര, ഇത് തേട്. ഈ മീൻ്റെ പേര് ഞുണ്ണാന്നാട്ടോ. ഇത് കണമ്പ് കുഞ്ഞ, ഇത് പ്രാക്ഷി. ഇതെല്ലാം നമ്മുടെ ഇത് തേട്. ഈ മീനാ ഞുണ്ണാന്ന് പറയുന്നത്. ഈ മീൻ നിറച്ച് മുള്ള, നമുക്ക് കറി വെക്കാൻ പറ്റത്തില്ല. പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പൊ കരിമീൻ തൂക്കി കൊടുക്കുന്ന, ഇവര് സ്റ്റാളിൽ തൂക്കി കൊടുക്കുന്ന മീൻ 400-450 വരെ. പക്ഷെ നമ്മുടെ ഈ ജീവനുള്ള മീൻ ബോർഡ് ജീവനുള്ള മീൻ നമ്മളിവിടെ ഈ കായലിൽ തന്നെ വളർത്തുന്ന മീനുണ്ട്, ബണ്ട് കെട്ടി. അതിന് 900 രൂപ വില ഒരു കിലോ ജീവനെ ഫ്രഷ് മീൻ പിടിക്കും. അത് ഒരു കിലോ മീനെന്ന് പറഞ്ഞാൽ 10 പാനം നമുക്ക്. 580, മീനും ചെറേ മീനും ചെറേ വേല 600 രൂപയ്ക്ക് 650 രൂപയ്ക്ക് മീനെടുത്ത് മീനും ചെട് ഇമ കൂടെ സംസാരിക്കണ്ട. കൊഞ്ച് 800, കൊഞ്ച് 800, കൊഞ്ച് 800, കൊഞ്ച് 800, കൊഞ്ച് 800, 800, കൊഞ്ച് 800, 700, 700, 750, 800, 800, കൊഞ്ച് 800, 800, 800, 800, കൊഞ്ച് 800, 800, കൊഞ്ച് 800, കൊഞ്ച് 800, 800, 800. ഈ മീൻ വിളിക്കാതെ കൊഞ്ച് വിളിക്കാം 800, 800, ഇത് 500, 450 രൂപ. എത്ര മീനാണെന്നറിയാമോ? 800, കൊഞ്ച് 800, 800, 800, 800 വിളിക്കാനുണ്ടോ? ആർക്കെങ്കിലും വിളിക്കാനുണ്ടോ? വിളിക്കാനുണ്ടോ ആരെങ്കിലും? ഇത് വെച്ചേ 50 രൂപ പെണ്ണും കൂടെ 50 രൂപ ഇവിടെ കൊടുത്തേ. ആരൊക്കെ വേണേ? ആ കൊഞ്ച് 800 രൂപ. ആരാ വിളിച്ചവളാ? ഇവിടെ 800 രൂപ. വെളിയിലും പേര് 780, 780, 50 രൂപ പറയും. 780, 780, 780 വിളിച്ചല്ലേ? ഇത് ആവശ്യമില്ല സംസാരിക്കും. 780, 780, 780, ലാസ്റ്റ് വിളിക്കും 50 രൂപ കുറച്ച് കൊടുത്താൽ മതി. 200 രൂപ കണ്ടത്. 200 രൂപ, 200 രൂപ, 200, 200 മേളി, 200 മേളി വേണം. 200 രൂപ കേൾക്കണം. ഇല്ല 200 രൂപ കേൾക്കണം. 100 രൂപ കൂടെ പറഞ്ഞില്ല. 200 രൂപയ്ക്കാണ് 150, 180, 150 എന്നെ കൊണ്ട് 150 രൂപ. അല്ല, ഇത് വെള്ളച്ചൂട. കായൽ ഇത്ര 130 രൂപ. 320, 320, 320, 320, 320, 320, 380 രൂപ, 380, 380 രൂപ. 380 രൂപ, 380. അഷ്ടമുടി കായലിലെ വെള്ള നാരംകുഞ്ഞിന്റെ ലേലം വിളിയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. 580 വിളിക്കാണ്ടോ? 500 രൂപ, 500 രൂപ, 500 രൂപ പിടിക്കാതെ വിളിക്കുമ്പോൾ ഇവിടെ ഇറക്കി വയ്ക്കുന്നു. 500 രൂപ, 500 രൂപ,
550, 550, 550 കൊടുക്കുന്നില്ല. 550, 550, 250 രൂപ. 400, 400 രൂപ, വെറും 400 രൂപ, 400, 400 രൂപ, 400, 400 രൂപ, 400, 400 രൂപ, 400, 400 രൂപ, 150 മേലെ, 150, 150, 150, 150, 150, 150, 150, 400 രൂപ. ഏയ് 400 രൂപ, 400, 400 രൂപ, 400, 25, 425, 425, 425, 425, 425, ഇപ്പം നേരം വെളുത്ത് സമയം ഏകദേശം 6:30ആയി. ഇവിടുത്തെ മാർക്കറ്റിൽ കച്ചവടം ഏകദേശം തീരാറായി. ബോട്ടിൽ പിടിച്ചുകൊണ്ടിരുന്ന മീനെല്ലാം നീണ്ടകര ഹാർബറിലാണ് ലേലം ചെയ്യുന്നത്. ഇന്നിപ്പോൾ അവിടെ ഓലത്തളയും കട്ടക്കൊമ്പനും ഉണ്ടെന്നായിട്ട് ഈ 2 ടൈപ്പ് മീനും കൂടുതലായി എക്സ്പോർട്ടിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ കാണാൻ സാധ്യത കുറവാണ്. എന്നാൽ പിന്നെ ഓലത്തളയും കട്ടക്കൊമ്പനും കാണാൻ നമുക്ക് നീണ്ടകര ഹാർബറിലേക്ക് പോകാം. ഓക്കെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നീണ്ടകര പോർട്ടിലെ ലേല ഹോളിലാണ്. ഇന്നിപ്പോൾ ഇവിടെ കട്ടക്കൊമ്പൻ്റെ ഓലത്തളയുടെയും ചാകര ആയതുകൊണ്ട് തന്നെ നമുക്ക് ലേലക്കാരൻ്റെ ആവേശം കാണാൻ കഴിയും. കാരണം ഈ പറയുന്ന മീനിൻ്റെ ഒക്കെ ലേലം വിളി തുടങ്ങുന്നത് തന്നെ 10,000-ൽ നിന്നാണ്. ഈ കട്ടക്കൊമ്പന് 50 കിലോയോളം തൂക്കമുണ്ട്. ഇങ്ങനെയുള്ള വലിയ മീൻ ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പം അതിൻ്റെ കുടലും കരളും എടുത്ത് കളയും. പെട്ടെന്ന് മീൻ കേടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്.
ബോട്ടിലിടാനുള്ള ഐസ് പൊടിച്ച് കൊണ്ടുപോവാണ്. മീനാ ഇതെല്ലാം എങ്ങോട്ടേക്കുള്ള ചേട്ടാ? ഈ മീൻ നെടുമങ്ങാട് ഭാഗത്തേക്ക് പോകാനുള്ള മീനാണ് ചേട്ടനൊക്കെ ഇപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പണി ഇവിടെ അല്ല, വോട്ട് കർണാടക വോട്ടാണ്. ഓ അവിടെ പണി കുറവാണെങ്കിൽ ഇവിടെ വരും, ഇവിടെ പണി കുറവാണെങ്കിൽ കൊച്ചി പോകും. അങ്ങനെ മാറി 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 മാറി. ഓ അങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ കർണാടക, മറ്റേ മൽപ്പി എന്ന് പറയും. അവിടെ മൽപ്പിയിലാണ് ഉടുപ്പി. ആ ബീച്ച് സൈഡ്. ആ അവിടെ എങ്ങനെ പൊതുവില് മീനൊക്കെ അവിടെ എങ്ങനെ ഉണ്ട്? ഇതേ കണക്ക് തന്നെയാണോ? വേറെ മീൻ നെമ്മീനാണ്. നെമ്മീനാ? ഐക്കൂർ എന്ന് പറയും. ആ അത് നല്ല അതിനൊക്കെ അവിടെ കൊണ്ടുപോകുന്ന മീനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മള് പിന്നെ പണക്കാരാ. പിന്നെ അവിടെ പോയാൽ അത് അവര് നാലായിട്ട് പകത്ത് തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ 1000 രൂപയ്ക്ക് വെച്ചാൽ 500 തന്നെ നമുക്ക് കിട്ടും. 500 ലേലക്കാരൻ കംസക്കാർ അങ്ങനെ എടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. 1000 രൂപയ്ക്ക് പോയാൽ 800 നമുക്ക് കിട്ടും, 200 തന്നെ അങ്ങനെയൊക്കെ. ഈ കാണുന്ന ബോട്ടുകളൊക്കെ 4-5 ദിവസം മുമ്പ് കടലിൽ പോയിട്ട് മീനുമായി ഇപ്പം മടങ്ങി വന്നതാണ്. ഇങ്ങനെ ഓരോ തവണ ഇവർ പോകുന്നതിന് ലക്ഷങ്ങളുടെ ചിലവുണ്ട്. ചിലപ്പോഴൊക്കെ ഇവർക്ക് കൈനഷ്ടം പറ്റാറുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു ദിവസമല്ല. ഓലത്തളയുടെയും കട്ടക്കൊമ്പൻ്റെയും ചാകരയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ.